അമേരിക്കയിൽ ഇന്നലെ നടന്ന വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു. 26 വയസ്സുള്ള അമേരിക്കൻ പൗരനായിരിക്കുന്ന ഷൈൻ ടാമുറ എന്ന കറുത്ത വർഗ്ഗക്കാരനാണ് വെടിവെപ്പ് നടത്തിയത് എന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചു. 345 പാർക്ക് അവന്യൂ മാൻഹാട്ടനടുത്ത്, അതായത് ആളുകൾ തിങ്ങിക്കൂടുന്ന, ഏത് സമയത്തും ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രതി BMW കാറിൽ വന്ന് ഇറങ്ങി M4 റൈഫിൾ ഉപയോഗിച്ചുകൊണ്ട് വെടിവെപ്പ് നടത്തിയത്. ലോസ് ആഞ്ചൽസ് പൗരനാണ് എന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. അതോടനുബന്ധിച്ച് പിന്നീട് നടന്ന വിവാദങ്ങൾ മറ്റൊരു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുകയാണ്. പ്രതിയെ വെടിവെച്ചു കൊന്നു, കൂടെ സൈനികനും മരണപ്പെട്ടത്, സൈനികന് വെടിയേറ്റു എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശി പൗരനായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വെടിയേറ്റ് മരിച്ചത്. ദിദാറുൽ ഹക്ക് ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ്. കാര്യം, ഈ പ്രതിയെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രീതി പല ഘട്ടങ്ങളിലും അമേരിക്കയിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടുള്ള വിഷയം എന്ന് പറയുന്നത്, ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രതി ഈ പ്രവൃത്തി ചെയ്തത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്കയിൽ ഉടലെടുക്കാറുണ്ട്. സ്റ്റഡി മൈ ബ്രെയിൻ പ്ലീസ് എന്നൊരു പ്ലേ കാർഡ് പ്രതിയുടെ കൈവശത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് വെടിവെപ്പ് നടന്നിരുന്നു. തലക്കായിരുന്നു വെടിവെച്ചത്, ചെവിക്കാണ് വെടികൊണ്ടത്. ആ സമയത്ത് തന്നെ പ്രതിയെ വെടിവെച്ച് കൊന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ ട്രംപ് പ്രതികരിച്ചത് വലിയ വിവാദമായി മാറുന്നു. ഇതിന്റെ പിന്നിൽ ഇറാൻ ഉണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാൻ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് കണ്ടെത്താനുള്ള ഒരു സംവിധാന സാഹചര്യങ്ങൾ ഒരുക്കണം. ആരൊരുക്കണം? അമേരിക്ക ഒരുക്കണം. അതിന് പ്രതി ജീവിച്ചിരിക്കണം. അതിന് ആദ്യം തന്നെ തെളിവ്, സോഴ്സ്, പ്രതി എന്ന് പറഞ്ഞാൽ അതിന്റെ സോഴ്സാണ്, അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ആ തെളിവിന് അങ്ങോട്ട് ഇല്ലാതാക്കും. പിന്നീട് സംസാരിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഏതൊക്കെ ഉദ്ദേശത്തിൽ കറുത്ത വർഗ്ഗക്കാരനായിരിക്കുന്ന ടാമുറ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ വെടിവെച്ച് കൊന്നത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ലക്ഷ്യത്തിൽ അത് എത്താനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. കാര്യം, ആദ്യം തന്നെ ഒരു വ്യക്തി മാത്രമാണ് വന്നത്. BMW വന്നു, ഇത് ഇറങ്ങി. ലോസ് ആഞ്ചൽസിലുള്ള വ്യക്തിയാണ്, പൗരനാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ പറയപ്പെട്ട മാനാട്ടന്റെ ചുറ്റുഭാഗത്തോടെ അയാൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന വിവരങ്ങളും ഒക്കെ CCTVയിലൊക്കെ ദൃശ്യമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ആളുകൾ ചെതറി ഓടുന്നു, ഒരുപാട് പേർക്ക് പരിക്കേറ്റു, 4 പേർ തൽക്ഷണം മരണപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്ന വിവരമാണ്. ഇപ്പോഴത്തെ അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്, ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത്, വാക്ക് പാലിക്കാത്ത പ്രസിഡന്റ് രാജിവെക്കണം എന്നുള്ള പ്ലേ കാർഡ് എഴുതിയിരിക്കുന്ന ഈ ആളുകൾ, പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലൂടെ നടക്കുന്നത് പ്രത്യേകമായ രീതിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഭരണത്തിലേറി വല്ലാതെ ദിവസങ്ങളൊന്നും കഴിയുന്നതിന് മുമ്പ് അതേ പ്രസിഡന്റ് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളും അവസ്ഥകളും അമേരിക്കയിൽ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനോട് പറയുന്ന കാര്യം, വാക്ക് തെറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഈ അമേരിക്കൻ പൗരന്മാരെ വഞ്ചിച്ചിരിക്കുന്നു. വാക്ക് പാലിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നു. അങ്ങനത്തെ കുറേ വിഷയങ്ങളാണ്. അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ കസേരയിൽ ഇരുന്നു കൊണ്ട് കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഭരണം നടത്താൻ കഴിയുന്ന ഒരു പ്രസിഡന്റ് അല്ല നിലവിൽ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം മുൻപ് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഈ പ്രതിഷേധക്കാർ മുദ്രാവാക്യത്തിൽ വിളിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തുന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അധികാരമേറ്റ് കഴിഞ്ഞാൽ 48 മണിക്കൂർ കൊണ്ട് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ പ്രസിഡന്റ്, അധികാരമേറ്റ് കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് പലസ്തീൻ ഇസ്രായേൽ വിഷയം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ പ്രസിഡന്റ്. മാത്രമല്ല, ലോകത്ത് ഏതെങ്കിലും രാജ്യങ്ങൾ യുദ്ധമോ കാര്യങ്ങളോ കെടുതിയോ നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് സമാധാനമായിരിക്കുന്ന ഒരു ശാന്തത ആ ദേശത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞ പ്രസിഡന്റ്. ഇപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുന്നത്? അതിന് നേരെ വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, യുദ്ധമുള്ള രാജ്യത്ത് ഒരു പക്ഷം ചേർന്നുകൊണ്ട് ആയുധങ്ങളും സാമ്പത്തിക സഹായം നൽകി അവരെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നത്. അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത് ചതിയാണ്, ജനങ്ങളോട് ചെയ്യുന്ന ചതിയാണ്. ഈ ഭരണത്തിലേറിയതിനു ശേഷം ഏകാധിപത്യമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ മുഷിപ്പിക്കുകയും പ്രയാസത്തിലാക്കുകയും ലോകത്തിന് മുൻപിൽ നാണം കെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനം. ഇന്ന് അമേരിക്ക ഏറെക്കുറെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഏതുപോലെ? ഇസ്രായേലിനെ പോലെ. എന്താ അതിന്റെ കാര്യം? ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്ന് മാത്രമാണ്.
പരസ്യമായ രീതിയിൽ ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം എന്ന് ലോകത്ത് ഒരു രാജ്യവും പറയുന്നില്ല, ബ്രിട്ടൻ അടക്കം. ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇസ്രായേൽ തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത്. അന്ന് 1948 കാലത്തൊന്നും അത്ര സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അമേരിക്കയ്ക്ക് ഇല്ലാതിരുന്നു. ആ സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണമെന്നും മിഡിൽ ഈസ്റ്റിന്റെ മധ്യത്തിലാവണമെന്നും മിഡിൽ ഈസ്റ്റ് വല്ലാത്ത രീതിയിൽ അങ്ങനെ സൈനികമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കരുത് എന്ന് ശക്തമായിരിക്കുന്ന നിലപാടെടുത്ത രാജ്യമാണ് ബ്രിട്ടൻ. ആ ബ്രിട്ടൻ പോലും ഇന്ന് ഇസ്രായേലിനൊപ്പമില്ല. ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാടുകളാണ് പല ഘട്ടങ്ങളിലും പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടൻ എടുത്തത്. മാത്രമല്ല, ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചപ്പോൾ അതോടൊപ്പം ആദ്യഘട്ടത്തിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് യുദ്ധവിമാനങ്ങളെയും യുദ്ധക്കപ്പലിനെയും ബ്രിട്ടൻ മടക്കി വിളിക്കുകയും ചെയ്തു. അവിടെയും വിഷയം തീർന്നില്ല. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഉക്രൈനും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വലിയ രീതിയിലുള്ള വാഗ്വാദം വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായപ്പോൾ പിന്നീട് ട്രംപിനോട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തെറ്റിപ്പിരിഞ്ഞാണ് പോരുന്നത്. വളരെ മോശമായിട്ടുള്ള സമീപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് തനിക്ക് ഉണ്ടായത് എന്ന് പിന്നീട് സെലൻസ്കി പറയുകയും ചെയ്തു. സെലൻസ്കി നേരെ പോയത് ബ്രിട്ടനിലേക്കാണ്. ബ്രിട്ടനിലെത്തിയ സമയത്ത് അവിടെ രാജോധികരമായിരിക്കുന്ന സ്വീകരണം നൽകി. അയാൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകും. രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം യൂറോപ്പുമായി സഹകരിച്ചുകൊണ്ട് തങ്ങൾ സ്വീകരിക്കുമെന്നും തങ്ങൾ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് നൽകുമെന്നുള്ള ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ വെച്ച് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ യാത്ര അയച്ചത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല, ഉക്രൈൻ റഷ്യൻ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാൻ വേണ്ടി റഷ്യയും അമേരിക്കയും തമ്മിലാണ് ചർച്ച നടത്തിയത്. യൂറോപ്യന്മാരെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ച കാര്യമാണ്. അതിന് ബദലായി ഫ്രാൻസിൽ വെച്ചിട്ട് യൂറോപ്യൻ മീറ്റിംഗ് കൂടി. ആ മീറ്റിലേക്ക് ഉക്രൈൻ പ്രസിഡന്റിനെ വിളിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ചർച്ചയോടനുബന്ധിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉക്രൈൻ്റെ പ്രസിഡന്റ് അല്ലെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട പ്രതിനിധി ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഉക്രൈൻ ഒഴിവാക്കിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചത്. അപ്പോൾ ഇതിൽ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടനും ഏറെക്കുറെ രണ്ടായി പിരിഞ്ഞിരിക്കുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നയങ്ങളെയും നിലപാടിലെയും രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു പ്രവൃത്തി സാധാരണഗതിയിൽ ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഉണ്ടാവാറില്ല. ഇപ്പോൾ അത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇന്നത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഉദ്ദേശ കാര്യത്തെക്കുറിച്ചിട്ട് അന്വേഷിച്ച് എവിടെ എത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരമോ അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇടപെടൽ നടത്തുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രാദേശികപരമായിരിക്കുന്ന വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കാത്തത് അത്യപൂർവമായിരിക്കുന്ന കാഴ്ചയാണെന്നും ഇതൊരു നാണക്കേടുണ്ടാക്കുന്ന കാഴ്ചയാണെന്ന് ഇപ്പോൾ തന്നെ ഡെമോക്രാറ്റിക്കിൻ്റെ പാർട്ടിക്കാർ തന്നെ പറയുകയാണ്. രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ കാര്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ നയത്തിനും സമീപനത്തിനും എതിരാണ്. അവരിടപെടുന്ന സമീപന രീതികൾ ഇതൊന്നും ഉചിതമായ രീതിയല്ല, ശരിയല്ല എന്ന അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്കക്കാർക്കുള്ളത്. ആയതിനാൽ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്നുള്ള പ്ലേക്കാർഡ് എഴുതിയിട്ടുള്ള പ്രകടനം അല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾ ഇപ്പോൾ നിത്യേന എന്നോണം അമേരിക്കൻ്റെ തെരുവിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.